ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർപ്രൈസ് എൻട്രി ഒപ്പം സർപ്രൈസ് സ്ഥാനാർത്ഥിയും വടകരയിൽ വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് നൽകിയത്. എങ്ങനെ കാണുന്നു ഇന്നലെ പാലക്കാട്ടുകാരുടെ യാത്രയപ്പും വടകരക്കാരുടെ സ്വീകരണവും? രണ്ടിനെയും ഒറ്റവാചകത്തിൽ പറയാനാണെങ്കിൽ ഹൃദയത്തിൽ തട്ടിയായിരുന്നു. അവിടുന്ന് യാത്രയപ്പ് എന്ന് പറഞ്ഞത് ഒരു ഡിസ്കണക്ഷൻ അല്ല, ഒരിക്കലും പോയി ജയിച്ചു വരാൻ വേണ്ടി എന്നെ അയച്ചതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കും, ജയിപ്പിക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് വടകര സ്വീകരിച്ചത്. രണ്ടും ഹൃദയത്തിൽ തട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതെന്റെയും ഹൃദയത്തിൽ തട്ടിയായിരിക്കും. വടകര എനിക്കൊരു അവസരം തരാണെങ്കിൽ അതിന്റെ പേരിൽ അവർ ഖേദിക്കേണ്ടി വരില്ല. ഈ നാടിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന്, പുരോഗമനത്തിന്, അടുത്ത തലമുറ എങ്ങനെയാണ് വടകരയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഫെസിലിറ്റീസ് ഒരുക്കുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കും. ഈ സാധാരണ MLA-മാരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കരയാറില്ല. സ്കൂളിൽ നിന്ന് അധ്യാപകർ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കരച്ചിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടു ഉമ്മൻചാണ്ടി സാറ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന്, തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് കണ്ടപ്പോൾ വീടിനൊക്കെ അടുത്ത് വന്ന ആളുകൾ കരഞ്ഞു നിലവിളിക്കുന്നത്. ഏതാണ്ട് അതിനൊരു സമാനമായിരുന്നല്ലോ ഈ അമ്മമാരൊക്കെ വന്ന് കരയുന്നത്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് ആർക്കും കമ്പാരിസൺ ഇല്ല. അങ്ങനെ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ അത്രയും. പക്ഷെ അത് എന്റെ പ്രത്യേകതയല്ല, പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹമാണത്. അവർക്ക് അത്രയും ഇഷ്ടം അവർ തന്നിട്ടുണ്ട്, അത്രയും സ്നേഹം അവർ തന്നിട്ടുണ്ട്. അപ്പം അതിൽ വന്ന ആൾക്കാർക്ക് മുഴുവൻ വ്യക്തിപരമായിട്ടും എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ ഉപകാരം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നതിനിടയിലുള്ള കണ്ടുമുട്ടലുകളും കൂടിക്കാഴ്ചകളും അതൊക്കെയായിട്ട് ഇങ്ങനെ സമയം കൊണ്ട് ഡെവലപ്പായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അപ്പം പെട്ടെന്ന് വടകര പോവാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നോട് സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഞാൻ അവിടെ പോയാൽ ജയിക്കുമോ, ഞാൻ അവിടെ ആരാ മത്സരിക്കുന്നത്, അതൊന്നും ഓർത്തിട്ടല്ല നമുക്ക് ആശങ്ക വരുന്നത്. അങ്ങനെ ആരൊക്കെയോ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, അത്തരം പേടികളില്ല. ജയിക്കാൻ തന്നെയാണ് വരുന്നത്, ജയിക്കുകയും ചെയ്യും ജനങ്ങൾ വിചാരിച്ച. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ, അയ്യോ ഞാൻ പാലക്കാട് നിന്ന് പോവാണോ എന്നുള്ളൊരു ആശങ്ക പെട്ടെന്ന് വരും. അപ്പം അത് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും വരും. അത് അവരുടെ സ്നേഹമാണ്. പക്ഷേ ഇങ്ങനൊരു ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായി. കണ്ണീരോടെ ചേർത്ത് പിടിച്ചിട്ട് അവർ പറഞ്ഞത് ജയിച്ചിട്ട് വരണം തന്നെയാണ്. അപ്പം എനിക്കിങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു കരുത്ത് അതാ. അപ്പം അവരെല്ലാവരും കൂടെ അവിടെ വന്നിട്ട് പോകുമ്പോൾ ഇവിടുന്ന് പോകണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് വരികയാണെങ്കിൽ എനിക്കൊരു കനം കൂടിയ മനസ്സുമായിട്ടായിരിക്കും ഞാൻ ഇവിടെ വരിക. പക്ഷെ അവിടെ പോയി ജയിച്ചിട്ട് വരണം, തോക്കരുത്. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആൾക്കാർ, ഇന്നലെ ഇപ്പം എന്നോട് പ്രവീണേട്ടനൊക്കെ പറയുന്നു, കുറേ ആൾക്കാർ പാലക്കാട് നിന്ന് വന്നിരുന്നു. അപ്പോൾ അവർ പ്രവീണേട്ടനോടൊക്കെ പറയാണ് ഇത്ര ഞങ്ങളുടെ ആളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ ആ ഒരു മനസ്സാണത്, ജയിക്കണം എന്ന അവരുടെ ആ ഒരു മനസ്സുണ്ട്. അതെനിക്ക് വലിയൊരു കരുത്താണ്. എന്നാൽ ഞാൻ പോയി വരുമെന്ന് പറഞ്ഞല്ല വിട്ടേക്കുന്നത്, തോറ്റിട്ട് വരുമെന്ന് പറഞ്ഞല്ല, ജയിച്ചിട്ടേ വരാവൂ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ നീഡ് അവർക്കും അറിയാലോ, ഇതിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യം. അത് തിരിച്ചറിവുള്ളവരാണല്ലോ അവരും ഇവരും. തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയും. രണ്ടുപേരുടെയും പിന്തുണ എനിക്കുണ്ടാവും. പാലക്കാടിന്റെ പ്രാർത്ഥനയുണ്ടാവും, വടകരയുടെ സ്നേഹവും പിന്തുണയുണ്ടാവും. ഇന്നലെ MK രാഘവൻ പറഞ്ഞത് രാത്രി 11:30 അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ 1 മണിക്കെന്നാണ് എന്നെ വിളിച്ച് കരഞ്ഞു, എങ്ങനെയും ഡൽഹിയിലുള്ളവരോടൊന്നും പറയണം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. അങ്ങനെ ഒരു തോന്നലാണോ ആദ്യം? അല്ല, ഞാനത് എനിക്ക് അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൊണ്ടൊന്നുമല്ല. ഞാൻ ASU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് പോയി മത്സരിക്കാനുണ്ടായ സാഹചര്യമൊക്കെ ഓർമ്മയില്ലേ? എന്നെ സ്വീകരിക്കാൻ വന്ന പ്രകടനത്തിന് 200 ആളും അന്ന് അതിനെതിരായിട്ട് 700 ആൾ വേറെ പ്രകടനം അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും അങ്ങനെ ഭയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളൊന്നും ആയിട്ടല്ല ഞങ്ങളെയൊന്നും പാർട്ടി വളർത്തിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് വരുന്ന ആശങ്ക, ഞാൻ പാലക്കാട് നിന്ന് പോവാണെന്നുള്ള ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് രാഘവട്ടനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാഘവട്ടൻ ഞാൻ എങ്ങനെ പാലക്കാട് നിന്ന് പോരുക, എനിക്കിവിടെ ഞാനിത് ഇവിടുത്തെ ആൾക്കാരോട് ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് അത് ഭയങ്കര പ്രയാസവും, അവർക്കും പ്രയാസവും എനിക്കും പ്രയാസമാവും. അപ്പോൾ നമുക്കും കുറച്ചും കൂടെ മെച്ചപ്പെട്ട കാൻഡിഡേറ്റിനൊക്കെ അവിടെ കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോഴാണ് രാഘവട്ടൻ പറഞ്ഞു നീ ഇവിടെ വരണം, പിന്നെ നീ ഇവിടെ ജയിക്കും തന്നെ അവർ കാത്തിരിക്കുകയാണ്, നിനക്ക് വടകരക്കാരെ അറിയാഞ്ഞിട്ടാണ്, നിനക്ക് പാലക്കാട്ടുകാർ തരുന്ന പോലെ തന്നെ സ്നേഹം അവരും തരും, ധൈര്യമായിട്ട് കയറിപ്പോരെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് വിളിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശങ്ക അറിയിക്കുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത്, പാലക്കാട് നിന്ന് പെട്ടെന്ന് ഞാൻ പോവാന്ന് പറയുമ്പം, അത് പെട്ടെന്ന് ആദ്യമായിട്ട് എന്നോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഫോണിൽ വിളിച്ചിട്ട് നാളെ വടകരയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞാലുള്ള പെട്ടെന്നുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താ, എനിക്ക് നാളെ MP ആവാലോ, അല്ലെങ്കിൽ അവിടെ അതൊന്നും അല്ലല്ലോ ആലോചിക്കുക. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനതയിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു ആത്മബന്ധവും സ്നേഹവും ഇല്ലെങ്കിൽ ഇവരും എന്നെ വിശ്വസിക്കുമോ? അവരും വിശ്വസിക്കില്ല. അല്ല, ഇപ്പൊ എന്നോട് വടകരക്കാരും പറഞ്ഞത് നിങ്ങളുടെ പാലക്കാട്ടുകാർ നിങ്ങൾക്ക് തരുന്ന സ്നേഹം ഞങ്ങൾ കണ്ടു, ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കും എന്ന് പറയുന്നത്. അത് തീർച്ചയായും അതൊക്കെ മേലെയല്ലായിരുന്നു. ഇന്നലെ ആ ജീപ്പിന്റെ മുകളിൽ നിന്നിട്ട് ആ ജനത്തെ കൂട്ടത്തെ കാണുമ്പോൾ, സാധാരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലൊക്കെയാണ് ഇങ്ങനെ വലിയ ഒരു ആഹ്ലാദ പ്രകടനവും ഈ നൃത്തവും ചവിട്ടിയൊക്കെ ആളുകൾ. എനിക്ക് ഇത്രയും വലിയ തിരക്കിലേക്കാണ് ഞാൻ വന്നിറങ്ങുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. സാധാരണ ഒരു സ്ഥാനാർത്ഥി വരുമ്പോഴുള്ള ഒരു ക്രൗഡും അതിന്റെ റെസ്പോൺസും ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് അവര് പിന്നെ ധൈര്യമായിട്ട് പോരേന്ന് വടകര പറഞ്ഞ വാക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് വടകര പാലിച്ചു. ഇവിടെ ഇറങ്ങി ഞാൻ ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല,
മറ്റേ അതിന്റെ മേലെ കയറി നിന്നപ്പോഴത്തേക്കൊക്കെ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി തിരഞ്ഞെടുക്കുന്നത്. അവരോട് സ്നേഹത്തോടെ നിൽക്കുക, അവരെ വഞ്ചിക്കാതിരിക്കുക, അവരോട് വിശ്വാസം രേഖപ്പെടുത്തുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് വ്യക്തിപരമായ രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ സംഘടനാപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കൂടുതൽ ജനങ്ങളുമായിട്ട് അടുക്കുക എന്നുള്ളത് പഠിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അപ്പം അതെപ്പോഴും തുടരാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെയൊന്നും അതുമായിട്ടൊന്നും കമ്പാരിസണേ ഇല്ല, സ്വപ്നത്തിൽ പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ആ വഴിയിൽ നടക്കാനാണ്. ഈ കെ മുരളീധരന്റെ പകരക്കാരനായി അതൊരു വലിയ അംഗീകാരമല്ലേ? കാരണം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്ന് ഇതേപോലൊരു വരവ് വന്നതാണ്, അദ്ദേഹം വിജയിച്ചാണ് പോയത്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ഇന്നലെ ആരൊക്കെയോ പറയുന്നതായിട്ട് ഞങ്ങൾ മല്ലനായിട്ട് അയച്ചേക്കുവാണ്, ഗുസ്തിക്ക് വിട്ടേക്കുവാണ്, അവിടെ ജയിച്ചു വരുന്ന മല്ലനായിരിക്കും അദ്ദേഹം. അങ്ങനെ ഒരാളുടെ സ്ഥാനത്തേക്കാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. അത് വലിയൊരു അംഗീകാരമല്ലേ, ഇത്രയധികം നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സ്ഥാനം തരുന്നത്? ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ, ലീഡർ കെ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ മകന്റെ ഈ ആർജവത്തെ ഓർത്ത് ഇപ്പൊ അഭിമാനിക്കുമായിരിക്കുന്ന കാര്യത്തിന് സംശയം വേണ്ട. എന്തൊരു തീരുമാനങ്ങളാണ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്നത്, മതേതര രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം എടുക്കുന്നത്. ആ ആർജവത്തിന് കൈയടിച്ചേ പറ്റും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഞാൻ മുരളിയേട്ടനെ എന്റെ മുമ്പ് വിളിച്ചിട്ട് നിങ്ങൾ പാലക്കാട് ഉദ്ഘാടനത്തിന്, ഞാൻ ഇന്നലെ സ്റ്റേജിൽ പറഞ്ഞു പാലക്കാട് കൺവെൻഷൻ ഉദ്ഘാടനത്തിന് ഇന്ന് വരണമെന്ന് ഡേറ്റ് ചോദിച്ച ആളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ മുരളിയേട്ടൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വടകരയിലേക്ക് വരുന്നുണ്ട്, അതിപ്പോൾ ഇങ്ങനെയാവുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ സ്റ്റേറ്റിന്റെ മതേതര മൂല്യങ്ങളുടെ ഇൻട്രസ്റ്റിലാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. ഇവിടെ വന്നത്, അദ്ദേഹം നേമത്ത് പോയി നിന്നത്, അദ്ദേഹം ഇപ്പൊ തൃശ്ശൂരിലേക്ക് പോകുന്നത്, അതിനൊക്കെ അങ്ങനെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടൊരു സ്പിരിറ്റ് ഉണ്ട്. കെ മുരളീധരൻ ആ തീരുമാനം എടുക്കുന്നതിന്റെ ഗുണം തീർച്ചയായിട്ടും കേരളത്തിലെ ബാക്കി 19 UDF സ്ഥാനാർത്ഥികൾക്കും കിട്ടും, എനിക്കുൾപ്പെടെ. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നത് എന്താ, മുരളിയേട്ടൻ അങ്ങനെ ഒരു കാര്യത്തിന് പോയി, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുക, മുരളിയേട്ടനും കൂടെ ഉള്ള പിന്തുണയാണ് നിങ്ങൾക്കുള്ള സ്വീകരണം എന്ന് പറയാണ്. അപ്പം ഇവിടെ വരുമ്പോൾ അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് അവരൊക്കെ പറഞ്ഞ വാക്കുകൾ, ഞാൻ ഇപ്പം ഇന്ന് രാവിലെ അവിടെ പോകുന്നുണ്ട്, ഭയങ്കര എൻകറേജിങ്. ഒന്ന് അദ്ദേഹം അങ്ങനെ എപ്പോഴും ഒരു ചേർത്ത് പിടിക്കുന്ന, ഇഷ്ടപ്പെട്ട, അറിയാലോ മുല്ലപ്പള്ളി സാറിന്റെ സ്വഭാവം, ഇഷ്ടപ്പെട്ട ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. ആ ഒരു ധൈര്യം തന്നിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഞാൻ ഇവിടെ പറയായിരുന്നു KP ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഒരു ലെഗസി ഈ വടകരയായിട്ട് ബന്ധപ്പെട്ടു. അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ലെഗസിയുടെ കണ്ടിന്യൂറ്റിക്കാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ വലുപ്പത്തിന് അപ്പുറത്തേക്കുള്ളൊരു ലെഗസി ഇവിടെ ഉണ്ട്. ഞാനൊരു കമ്പാരിറ്റീവ്ലി പുതുമുഖം, അതെ, ഒരു പുതുമുഖം. പക്ഷെ ഇവിടെ ഇരുന്നിരുന്നവരാരാണ് ഒക്കെ വലിയൊരു മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത്